ചോദിക്കണം. അമ്മമാർക്കെതിരെ കേസ് കൊടുക്കും. ഗായത്രി അഡ്വക്കേറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും കൊല്ലത്തിന്റെ സ്നേഹം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ ഗാനം, ഈ വരുന്ന ഗാനങ്ങളെല്ലാം കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ പറയുന്നത് അല്ലേ, നമ്മൾ കേട്ടു. പക്ഷേ എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് ഇന്ന് വരെ കൊല്ലത്തൊന്നും ഒരു മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാവരും സ്നേഹമുള്ള ആളുകളുമാണ്. എനിക്ക് ഒത്തിരി സന്തോഷമാണ് ഇവിടെ പ്രോഗ്രാം ചെയ്യാനും. അപ്പോൾ ഇനി അടുത്തൊരു നാടൻ പാട്ടാണ്. അപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്ത് ഡാൻസ് ഒന്നും കളിക്കാൻ പാടില്ല. പക്ഷേ ഇരിക്കുന്നവരൊക്കെ ഒന്ന് കൈയടിച്ച് തന്നാലേ, അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ ഡൗൺ ആയി പോകും. നിങ്ങൾ കൈയൊക്കെ അടിച്ച് വന്ന് നോക്ക്, നമ്മൾ ഉഷാറായിട്ട് അങ്ങ് നമുക്ക് പൊളിച്ചിട്ടൊക്കെ ഒന്ന് പോകായിരുന്നു. പാടട്ടെ അപ്പാ, റെഡിയാണോ? ഈ ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ബാക്കിൽ നിന്ന് വന്ന് പറഞ്ഞായിരുന്നു നാടൻ പാട്ട് എനിക്ക് വേണ്ടി പാടി തരണേന്ന്. ഓക്കെ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാമിനി നല്ലമ്മേ. പാടാം ഒരുമിച്ച്. ആടാട് ആടമ്മേ കാമിനി നല്ലമ്മേ. എല്ലാവരും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാവരും മസിൽ പിടിച്ചിരിക്കുവാണല്ലോ. എന്ത് പറ്റി? നല്ലൊരു കൈയടി തന്നെ. നമ്മൾ ഈ കൈയടിക്കെന്ന് പറയുമ്പോൾ ആർക്കും ബോറായിട്ടൊന്നും തോന്നരുത് കേട്ടോ. നിങ്ങളുടെ കൈയടിയാണ് പ്രോഗ്രാമിന്റെ വിജയം കേട്ടോ. നന്നായിട്ടൊന്ന് ക്ലാപ്പ് ചെയ്ത് എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്ത് തന്നെ. എന്നാലും മടിയാണ്, അത് വേണ്ട. ഇനി അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ചിലപ്പോൾ എനിക്ക് വിഷമം വരും. കൊട്ടാരക്കര ഗണപതി കോവിൽ വന്നിട്ട് എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരുന്ന് പോയല്ലോ എന്ന്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഓക്കെ, അപ്പൊ ഒരു ഹമ്മിങ് പാടിത്തരാം. എല്ലാവരും ഉറക്കി പാടിത്തരാമോ? ഡാൻസ് ഒന്നും വേണ്ട, കസേരന്ന് കൈയടിച്ചെന്നാൽ മാത്രം മതി. ഓക്കെ, ഒന്ന് ശ്രുതിയിട്ടെ. എനിക്ക് കേൾക്കാത്തയാണോ അത് പാടാത്ത ചെവി അടിച്ചു പോയത്? ഒന്ന് ഉറക്കെ പാടി എല്ലാവരും.
ഇച്ചിരി കൂടെ കുറച്ചും കൂടെ പോട്ടെ. ചേട്ടാ ഒന്ന് പാടിക്കേ, ഭയങ്കര ബേസ് സൗണ്ട് ആണല്ലോ. അതാണ് എനിക്ക് തോന്നുന്നു, ഇവിടെയുള്ള ആളുടെ സൗണ്ടുകളെല്ലാം ഭയങ്കര ബേസ് ആണ് തോന്നുന്നു. ഒന്ന് ഇച്ചിരി ഹൈ പിച്ചിൽ പാടിക്കേ, നമ്മുടെ ചന്തു ബ്രോസിലൊക്കെ ഒന്ന് പാടിക്കേ. കൈതോല പായ വിരിച്ച് വാരിയിലൊരു പറന്നെല്ല് പൊലിച്ച് കാതുകുത്തനിപ്പോ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ, കാതുകുത്തനിപ്പോ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ. കോറസ് കൈ പിടിച്ച് തരുമോ? തുടങ്ങട്ടെ ആസി ചേട്ടാ? ഇവര് റെഡി, ഞാൻ റെഡി, ചേട്ടൻ റെഡി. ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ച് ആടിയടിയപ്പ വരും നിലകളമാരു പൊന്നേ, ആടിയടിയപ്പ വരും നിന്റെ യങ്ങളമാരു പൊന്നേ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ വരണമായിരുന്നു അല്ലേ? അത് കൊട്ടാരക്കര സുമ്മാവാ, സൂപ്പർ കേട്ടോ, അടിപൊളി, താങ്ക് യു സോ മച്ച്. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഈ ഒരു റെസ്പോണ്ട് കാണുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറഞ്ഞതുപോലെ കേട്ടോ. നമുക്കറിയാം ഇവിടെ ഒത്തിരി പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മളൊന്നും വലിയ പ്രശസ്തരൊന്നല്ല, ഇപ്പൊ പ്രശസ്തമായി അല്ലേ?
ഒരു സന്തോഷ വാർത്തയും കൂടെ പറഞ്ഞോട്ടെ. മെയ് 8-ാം തീയതി ഞാൻ സംഗീത സംവിധാനം ചെയ്ത ഒരു ഫിലിം റിലീസാവുകയാണ്, അങ്കം അട്ടഹാസം. നമ്മുടെ വിജയ് യേശുദാസിനെ കൊണ്ട് പാടിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. എല്ലാവരും പോയി പടം കാണണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി വീണ്ടും പാടില്ലോട്ടെ. എല്ലാവരും ചേർന്ന് പാടിക്കേ. താനി താനാനെ താനാനെ കണ്ടാ വോളിയം കൂടി. അതാണ് താനി താനാനെ താനാനെ. ഇനി ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ് ഓർക്കസ്ട്രയ്ക്ക് റെസ്റ്റ്. ഇനി എല്ലാവരും കൈയൊക്കെ വരുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ക്ലാപ്പ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് പാടിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ആരും പഠിക്കരുതോട്ടെ, എല്ലാവരും ചെയ്യണേ. 1 2 3. അതാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് നോക്കുവാണ്, അടുത്തിരിക്കുന്ന ആൾ കൈയടിക്കുന്നുണ്ടോ, ഇപ്പുറത്ത് എല്ലാവരും കൈയടിക്കും കേട്ടോ. ഒന്നും കൂടെ 1 2 3 go. താനി താനാനെ താനാനെ. അടുത്തോ. താനി താനാനെ താനാനെ. 1 2 3 go. അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് കാര്യം. ഞാൻ അവിടെ നിന്ന് പാടിയോണ്ടാണ് എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും എല്ലാവരും അനങ്ങിയല്ല. എന്തായാലും നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു പാട്ടും കൂടെ കുഞ്ഞോളെ മോളാവണം. എവിടെ പോയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഒരു സംഭവമുണ്ട്. അല്ലു അർജുൻ്റെ പടത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അത് തെലുങ്കിൽ പിറന്ന് പിന്നെ അങ്ങോട്ട് പല ഭാഷകളിൽ മൊഴിമാറ്റം ചെയ്യപ്പെട്ട് ഇന്റർനാഷണൽ ലെവലിൽ ഏതന്മാരും മദാമ്മമാരും എല്ലാം ഡാൻസ്